ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗതം പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയാണ്, ആ ഒരു വലിയ കൃത്യം നിർവഹിക്കാൻ വേണ്ടി തന്നെ. പക്ഷെ എന്നാലും ഗൗതത്തിന് നന്ദയെ വിട്ടുപിരിയാനുള്ള ആ ഒരു സങ്കടം മനസ്സിലോട്ട് ഇങ്ങനെ തികട്ടി തികട്ടി വരികയാണ്. അപ്പോൾ ഗൗതം ഒരു നിമിഷം അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നന്ദയ്ക്കും പിടിച്ചു നിൽക്കാനായിട്ട് ആയില്ല. നന്ദയും ഓടി ചെന്ന് ഗൗതത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഗൗതം സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ നന്ദയെയും കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ ഗൗതവും. അപ്പോൾ ഈ ഒരു കാഴ്ച വീട്ടുകാർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു നാണം. പക്ഷേ കുശുമ്പ് പിടിച്ച കുറേ എണ്ണങ്ങളുണ്ടല്ലോ, അതുങ്ങളുടെയൊക്കെ മുഖം മാറുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ നന്ദയെ ആശ്വാസപ്പെടുത്തുകയാണ്. നന്ദ, സങ്കടപ്പെടേണ്ട നന്ദ, ദേ എൻ്റെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഓടിയെത്തില്ലേ, എന്തിനിങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം സാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഗൗതം സാറിൻ്റെ വില അറിഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ വിട്ട് പോവുകയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും എനിക്ക് അത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല ഗൗതം സാർ, എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അതേ നന്ദ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നിന്നെ വിട്ടുപിരിയാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. പക്ഷേ എന്തായാലും എനിക്ക് പോയല്ലേ മതിയാവുള്ളൂ, ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തല്ലേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ ആശ്വാസപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നന്ദയാണെങ്കിൽ ആകെ കരച്ചിൽ. നമ്മുടെ ഗൗതം പിന്നീടൊന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റൻ അഖിലയാണ്. അപ്പോൾ അഖിലയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ആദിത്യം വന്നിട്ട്, അഖില, എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. എന്താ എന്താ എന്തോ പറയാനുള്ളത്? അതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നീ പേടിക്കാനായിട്ട് നിൽക്കരുത്. അല്ല, പണ്ടത്തെ അഖിലയാണെങ്കിൽ എനിക്ക് പേടിയില്ല. കാരണം നീ എല്ലാം തരണം ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ. ആ സമയത്ത് നിനക്ക് പേടി ഉണ്ടാവോ ഇല്ലെന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ കേൾക്കണം അഖില എന്ന് പറയുകയാണ്. എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, നമ്മുടെ ഈ കാടുകളിലേക്ക് കുറേ പോലീസുകാർ കടന്നുകൂടിയിട്ടുണ്ട്. ഇത് കേട്ടതും അഖിലാകെ പേടിച്ച് വിറച്ചൊരവസ്ഥയിലായി പോവുകയാണ്. എന്താ പറഞ്ഞത്? അതെ, നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഈ കാടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. ഏത് നിമിഷവും നമ്മളെ പിടികൂടാം. പക്ഷേ നീ സേഫായിരിക്കണം, അതുമാത്രമേ ഇപ്പം എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? അതെ, ദേ, നീ ഒരിക്കലും മടി പതറാനായിട്ട് പാടില്ല. നിനക്ക് ഞാനൊരു ഒരിക്കലും ബുദ്ധിമുട്ട് വരുത്തില്ല അഖില. പക്ഷേ ഞങ്ങളോടൊത്ത് നിനക്ക് വരാനായിട്ട് സാധിക്കില്ല. പിന്നെ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നീ എവിടെയെങ്കിലും പോകണം, പോയി രക്ഷപ്പെടണം. ദേ, ഈ ചുരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് കാണാം, അവിടെ നിന്ന് നീ ബസ് കയറി പോകണം. പക്ഷേ ഈ വേഷങ്ങളൊന്നും പാടില്ല. ഒരു സാധാരണ സ്ത്രീ പോലെ, ഒരു വീട്ടമ്മയെ പോലെ നീ നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല സാരിയോ ചുരിദാറോ ഒക്കെ ഉടുത്തിട്ട് നീ നല്ല രീതിയിൽ തന്നെ ആ ബസ് കയറി പോകണം. നമ്മൾ പിരിയാനായിട്ട് പോവുകയാണ് അഖില. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ അഖില ഭയങ്കര കരച്ചിലാണ്. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകില്ല, ഞാനും ആദിയോടൊപ്പം വരും. എനിക്ക് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, എനിക്ക് ആദിയോടൊപ്പം വരണം. എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിനക്ക് എൻ്റെ കൂടെ വരാനായിട്ട് സാധിക്കില്ല. അത് നമ്മുടെ കുഞ്ഞിനെയും ബാധിക്കും. ആ കുഞ്ഞത് താങ്ങില്ല. എത്രയോ ഓടിയാലെന്ന് വിചാരിച്ചാ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഓടണ്ടേ? അതിന് നിനക്ക് പറ്റുമോ? പറ്റില്ല. എത്രത്തോളം ഓടാനായിട്ട് പറ്റും? ആ സമയത്ത് അവർ വല്ലതും വെടിവെച്ചാലോ? അതോടെ തീരൂല എല്ലാം. അതുകൊണ്ട് നീ സേഫ് ആകണം. നമ്മൾ രണ്ടുപേരും ഇനിയും കണ്ടുപിട്ടും അഖില. നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തെങ്കിലും നീ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടിരിക്കണം അഖില എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഖിലക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ആദ്യം എന്നെ തനിച്ചാക്കിയിട്ട് പോകല്ലേ, ആദ്യം ഞാൻ എങ്ങോട്ട് പോകാനാണ്? ധൈര്യം കൈവിടാനായിട്ട് പാടില്ല. ആ പഴയ അഖിലയുടെ ആ ഒരു പവർ നിൻ്റെ മനസ്സിലേക്ക് വരണം. എന്നിട്ട് നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം. ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ നിൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേ, ഇപ്പം തന്നെ നീ പൊയ്ക്കോണം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അഖിലയെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. പക്ഷേ ഈ സമയം തന്നെ ആദിത്യനാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ
കാട്ടിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഗൗതം. അപ്പോൾ ഗൗതം മറ്റുള്ള പോലീസുകാരോട് പറയണം, നിങ്ങൾ ആ വശത്തേക്ക് പോ, നിങ്ങൾ ഈ വശത്തേക്ക് പോ, ഞാൻ ഏതായാലും കാറിൽ വന്നോളാം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, സാർ സാർ ഒറ്റയ്ക്ക് പോകണ്ട സാർ, ഞങ്ങളും സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. വേണ്ട വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇരുവശത്തേക്കളും പോയിക്കും, ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം എന്ത് കാര്യമാണെങ്കിലും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ശരി സാർ, ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരവരെ ഓരോ ദിക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഗൗതം ഒറ്റയ്ക്ക് തന്നെ ആ വണ്ടി എടുത്തോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴേക്കും ഉയർന്ന ഓഫീസർമാരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഗൗതം നിങ്ങളിത് എവിടെയാണ്, എന്തായി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സാർ വേണ്ട വിധത്തിലെല്ലാം കാര്യങ്ങളെല്ലാം ഞങ്ങൾ നീക്കിയിട്ടുണ്ട്, സാറ് യാതൊരു കാരണവശാലും പേടിക്കണ്ട, പിന്നെ ആരെ കണ്ടാലും ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തും, ഞങ്ങൾക്ക് തെറ്റായ രീതിയിൽ ആരെ കണ്ടാലും ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തും സാർ, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ വേണ്ടത് ആ ക്യാപ്റ്റൻ അഖിലയെയും ആദിത്യനെയും അല്ലേ, അത് ഞങ്ങൾ വീഴ്ത്തിക്കൊള്ളാം സാർ. മെഷീനെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ശരി, ഓക്കെ, ഡൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ സമയം തന്നെ ഈ പോലീസുകാരെല്ലാം ഇവരുടെ താവളത്തിലേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട്. ഇടിച്ച് കയറുമ്പോഴും ആരെയൊക്കെ വെടിവെക്കുന്നുണ്ട്, എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച കേട്ട് അയാൾ വീഴുന്നുണ്ട്. അപ്പോൾ ഈ ഒച്ചകെട്ടന് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഓടിയെത്തുകയാണ്. എന്താ കാര്യം, ആരെങ്കിലും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, സാർ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു സാർ, ചിലവരെയൊക്കെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി, പിന്നെ ആ ആദിത്യനില്ലേ, ആദിത്യൻ, അവൻ്റെ തല ഞങ്ങൾ തെറിപ്പിച്ചു സാർ എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് ചെറിയൊരു ഭയമൊക്കെ തോന്നുകയാണ്, ചെറിയൊരു സങ്കടമൊക്കെ തോന്നുകയാണ്. എന്താ സാർ, സാറെന്തൊന്നും മിണ്ടാത്തത്? സാർ നമ്മുടെ കൂടെ വെച്ചാൽ അവനാണ് ആദിത്യൻ്റെ തല വെടിവെച്ച് തെറിപ്പിച്ചത് എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കിട്ടുന്നപ്പോഴേക്കും ഓക്കെ, ഡൺ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ആ ക്യാപ്റ്റൻ അഖിലയില്ലേ, അഖില ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, അവരെ കാണാനില്ല ഇവിടെ, അവർ രക്ഷപ്പെട്ടെന്ന് തന്നെയാണ് സംശയം എന്നിങ്ങനെ പറയുകയാണ്. എത്രയും പെട്ടെന്ന് അഖിലയും കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഈ സമയം തന്നെ നന്ദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ വീട്ടിൽ. അപ്പോൾ പിങ്കി വന്നിട്ട് നന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തിരിയുകയാണ് നന്ദ. എന്താടി നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ പിങ്കി എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ പേടിച്ചു പോയോ, അതെന്തിനാ പേടിക്കുന്നത്, എന്താ എൻ്റെ ശബ്ദം അറിയില്ലേ, ഈ പാതിരാത്രി വന്ന് പുറകെ വന്ന് ഒച്ചത്തിൽ കയറി വിളിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും പേടിക്കില്ലേ, നിനക്കെന്താ ബോധമെന്ന് പറഞ്ഞ സാധനമില്ലേ പിങ്കി? ഓ മനസ്സിലായി. അല്ല ഈ ഗൗതം പോയിരിക്കുകയാണല്ലോ, അപ്പം ഗൗതത്തിനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും അല്ലേ, സാരമില്ല, എന്ത് ചെയ്യാനാണ്, ഗൗതം തിരിച്ചു വരുമല്ലോ. ഏതായാലും നന്ദയെ ഒറ്റക്കാക്കി പോയതിൽ വല്ലാതെ വിഷമമുണ്ടല്ലോ, നീ കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് അടിക്കാൻ നിൽക്കണ്ട പിങ്കി, നിൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ അതിന് ഗൗതം സാർ പോയതിന് സങ്കടപ്പെട്ട് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചു നിൽക്കുന്നതല്ല. പോയപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ തോന്നി, അത്രയേ ഉള്ളൂ, അല്ലാതെ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല. എനിക്ക് മനസ്സിലായി, ഏതായാലും നിങ്ങൾക്ക് ഇപ്പോൾ വീണ് കിട്ടിയൊരു അവസരം ആയിരുന്നല്ലോ, അല്ല ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു അവസരം, പക്ഷേ ഒരു രാത്രിയല്ലേ കഴിയാനായിട്ട് പറ്റിയുള്ളൂ, എന്ത് ചെയ്യാനാണ് നന്ദ, നിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ ആകെ സഹതാപം തോന്നുകയാണ്. പിങ്കി നീ അത്ര കൂടുതൽ സഹതാപപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ കല്യാണം കഴിഞ്ഞ് ആ രാത്രി തന്നെ നിന്റെ ഭർത്താവ് പോയതല്ലേ, എന്നിട്ട് നീ കണ്ണീരൊലിപ്പിച്ചിരുന്നില്ലേ പിങ്കി, എനിക്കിതൊക്കെ നന്നായിട്ട് തന്നെ നിന്നോട് പറയാനൊക്കെ അറിയാം, പക്ഷേ ആ സമയത്തും നിന്നോട് ഞാനൊരു അക്ഷരം പോലും മിണ്ടിയില്ല, അതിനെക്കുറിച്ച് പറഞ്ഞ് നിന്നെ അപമാനിച്ചുമില്ല, അതൊക്കെ എൻ്റെ രീതിക്ക് ചേർന്ന എൻ്റെ കൾച്ചർ, അതുകൊണ്ടാണ് ആ സമയത്ത് നിന്നോടൊരക്ഷരം പോലും മിണ്ടാതിരുന്നത്. പക്ഷേ നിൻ്റെ തനി സ്വഭാവം ഇവിടെ കാണിച്ചല്ലോ. ഗൗതം സാർ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടിയാണ് പോയത്, ഗൗതം സാർ എൻ്റെ കൂടെ തന്നെയുണ്ട്, ആ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയും ചെയ്യും, പക്ഷേ നിൻ്റെ അവസ്ഥ അങ്ങനെയല്ല പിങ്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെയാണോ, ദേ ഞാനൊരു കാര്യം പറയാം, അർജുൻ്റെ ഭാര്യയായിട്ട് ദേ ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ തന്നെയുണ്ട്, ഇപ്പോഴും അർജുനും കൂടെ തന്നെയുണ്ട്, എനിക്കതിൽ യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയാണെങ്കിലും നല്ല തക്ക മറുപടി കൊടുക്കുകയാണ്. പിങ്കി, നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അങ്ങനെ വേണം നടക്കാനായിട്ട്, അല്ലാതെ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. അപ്പം നന്ദ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളുടെ ഭർത്തൃ സ്നേഹം, ഇവളുടെ മനസ്സിലിരിപ്പ് ശരിക്കും ഇവളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ ശരിക്കും നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. എന്നോട് അർജുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവളോട് തുറന്നു പറഞ്ഞാൽ, പക്ഷേ അത് തുറന്നു പറയാനായിട്ട് പറ്റില്ല, അത്രയ്ക്കും മനസ്സാക്ഷി ഇല്ലാത്തവളല്ല ഞാൻ എന്നിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിങ്കി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം, ഓരോരോ കുത്തുവാക്കുകളും പറയുകയാണ്. അതെ അർജുൻ അവൻ്റെ ഭാര്യ തന്നെയാണല്ലോ ഞാൻ,
ആ എനിക്ക് മനസ്സിലായി. നിനക്ക് കുശുമ്പും കുന്നായ്മയുമാണ്. കാരണം നിന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് ശരിക്കറിയാം. നിന്റെ മനസ്സിൽ കുശുമ്പും കുന്നായ്മയും ഉള്ളത് കൊണ്ടാണല്ലോ ഞാനും ഗൗതം സാറും കിടന്ന ആ ബെഡ്ഷീറ്റ് നീ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത് പിങ്കി എന്ന് ഒച്ചത്തിൽ തന്നെ വിളിച്ചു പറയാണ്. ഇത് കേട്ടു നമ്മുടെ അർജുൻ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അർജുനാകെ ഷോക്കായിപ്പോയി. ഇവൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തോ എന്നൊക്കെ ആലോചിച്ചാണ് നമ്മുടെ അർജുൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ പിങ്കിക്കാണെങ്കിൽ ആകെ കലിയും വരികയാണ്. നീ കൂടുതലും മിണ്ടണ്ട. നിന്റെ മനസ്സിലുള്ള ഒരു കാര്യം ആദ്യം നിന്റെ ഭർത്താവിനെ സ്നേഹിച്ച് നീ പഠിക്കാനായിട്ട് തുടങ്ങു പിങ്കി. അർജുനെ പോലെ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് കരുതണം. നീയൊന്ന് സ്നേഹിക്ക്. അർജുൻ നിന്നെ സ്നേഹിക്കും ഒരുപാട്. എന്തിനു പറയുന്നു? അർജുൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം നിനക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ പിങ്കി. അതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ്. നീ ആദ്യം നിന്റെ ഭർത്താവിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് ഇവിടെ ജീവിക്കാനായിട്ട് നോക്ക്. എന്നിട്ട് നീ എന്നെ ഉപദേശിക്കാൻ വാ പിങ്കി. അല്ലാതെ കൂടുതൽ എൻ്റെ മുന്നിൽ കൊടുന്ന് ഷോ കാണിക്കാനായിട്ട് നിൽക്കരുത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ശരിക്കും നന്നായിട്ട് തന്നെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നന്ദ പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കാണെങ്കിൽ കാലി വന്ന് സഹിക്കാൻ പറ്റുന്ന അവസ്ഥ നിൽക്കുകയാണ്. അപ്പോഴാണ് ദേ വരുന്നു അർജുൻ. അർജുനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചു പോവുകയാണ്. അർജുൻ എപ്പോൾ വന്നു? ഞാൻ എപ്പോൾ വന്നെന്നോ? ഞാനെവിടെയും പോയില്ലല്ലോ, ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ എപ്പോൾ വന്നു എന്ന് ചോദിച്ചത്? അതല്ല അർജുൻ, അല്ല ഇപ്പം ഇങ്ങോട്ടേക്ക് എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ വന്നത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാനായിട്ട് പറ്റി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആകെ ഒന്ന് പേടിച്ചു. കാര്യങ്ങളൊക്കെയോ? എന്ത് കാര്യങ്ങളൊക്കെ എന്ന് പിങ്കി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അർജുൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പം ഞാൻ കേട്ട കാര്യങ്ങളെല്ലാം ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് എൻ്റെ മുഖത്ത് നോക്കാനായിട്ട് വല്ലാത്ത അപമാനക്കേട് തോന്നും. അതുകൊണ്ട് വേണ്ട, പറയണ്ട. എന്താ അർജുൻ, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല എന്നൊരു ഭർത്താവായിട്ട് നീ അംഗീകരിക്കണമെന്ന് നന്ദ പറഞ്ഞല്ലോ, ആ ഒരു ഉപദേശം തന്നല്ലോ, അത് കേട്ടുവെന്നാ ഞാൻ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി, ഓഹോ അതാണോ? അതല്ലെങ്കിലും ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ നന്ദയുടെ കൂടപ്പിറപ്പാണല്ലോ, അവൾ അങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത്. ശരിയാണ്, നന്ദ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. നന്ദ അങ്ങനെ പവർഫുൾ ഗേൾ അല്ലേ? അല്ലെങ്കിലും അർജുൻ നന്ദ ഫാനാണല്ലോ. ഇതല്ല, ഇതിനപ്പുറം പറയും, എനിക്കറിയാം കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ പിങ്കിയും അടന്നു പോവുകയാണ്. അപ്പോൾ അർജുൻ്റെ മുഖഭാവമായെന്ന് മാറുകയാണ്. പിങ്കി, നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായ കാര്യങ്ങളാണ്. പക്ഷേ നിൻ്റെ മനസ്സ് എത്രത്തോളം പോകുന്നു എനിക്കൊന്നും അറിയണമല്ലോ എന്നൊക്കെയാണ് അർജുൻ മനസ്സിൽ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.